മലപ്പുറത്ത് SDPI ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ഇഡി റെയ്ഡ്. രാവിലെ 10:30 മുതലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ചെന്നൈയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്കെത്തിയത്. കേന്ദ്രസേനയുടെ സുരക്ഷയിലാണ് റെയ്ഡ് നടന്നത്. SDPI ദേശീയ പ്രസിഡന്റ് MK ഫൈസിയുടെ അറസ്റ്റിന് പിന്നാലെയാണ് മലപ്പുറത്ത് റെയ്ഡ് നടന്നത്. കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ട കേസിലാണ് ഇഡി ദേശീയ പ്രസിഡന്റ് MK ഫൈസിയെ അറസ്റ്റ് ചെയ്തത്. നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ടുമായി അടുത്ത ബന്ധമുള്ള വ്യക്തിയാണ് MK ഫൈസി എന്ന ആരോപണവും ഇഡി ഉന്നയിച്ചിരുന്നു. പോപ്പുലർ ഫ്രണ്ട് ഓഫ് നിരോധനത്തിന് പിന്നാലെ SDPIയെയും നിരോധിക്കാനുള്ള സാധ്യതയേറുന്നതിനിടയിലാണ് ഓഫീസുകളിൽ പരിശോധന നടക്കുന്നത്. ദേശീയ അധ്യക്ഷൻ MK ഫൈസിയുടെ അറസ്റ്റിന് പിന്നാലെ കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ PFIയും SDPIയും ഒന്നാണെന്ന് ഇഡി വ്യക്തമാക്കിയിരുന്നു. SDPIയുടെ നയരൂപീകരണം, തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയം, പ്രവർത്തന ഫണ്ട് എന്നിവയടക്കം എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് PFI ആണെന്ന് കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ ഇഡി വ്യക്തമാക്കുന്നു. SDPIയുടെ സാമ്പത്തിക ഇടപാടുകൾ നിയന്ത്രിച്ചത് PFI ആണ്. ഗൾഫിൽ നിന്നടക്കം നിയമവിരുദ്ധമായി പണമെത്തി. രാജ്യത്ത് ആക്രമണവും ഭീകരപ്രവർത്തനവും നടത്താൻ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് പണം സ്വീകരിച്ചു. റംദാൻ കളക്ഷൻ എന്ന പേരിലും SDPI പണം സ്വരൂപിച്ചു. MK ഫൈസിയുടെ അറിവോടെയാണ് ഇടപാടുകൾ നടന്നതെന്നാണ് ഇഡി ആരോപണം. രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തി ഇന്ത്യയിൽ ഇസ്ലാമിക ഭരണം നടപ്പാക്കാൻ ശ്രമിച്ചുവെന്ന് കാട്ടിയാണ് നേരത്തെ കേന്ദ്രം പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചത്. എന്നാൽ ഇഡി ആരോപണം വഖഫ് ബില്ലിനെതിരെ പാർട്ടി നടത്തുന്ന പ്രതിഷേധങ്ങളുടെ പകപോക്കലാണെന്നാണ് SDPI നേതൃത്വം പ്രതികരിച്ചത്. PFIയുടെ വഴിയെ SDPIയുടെ നിരോധനത്തിലേക്ക് കടക്കാനുള്ള സാധ്യത കൂടിയാണ് തെളിയുന്നത്. ഈസ്റ്റ് ലൈവ്, മലപ്പുറം.